ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അടി ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ. അത് അതിന്റെ അവസാന പരിണിത ഫലം എന്തെന്ന് ഏറ്റവും അവസാനമായിട്ട് എന്റെ യേശു എനിക്ക് ചെയ്തെന്ന് പറയാനുള്ളതാണ് ഇന്ന് ഈ ലിസ്റ്റിനകത്ത് കാണുന്നത്. ഇപ്പൊ ഇന്നലെ ഇത് സ്കാൻ ചെയ്ത റിപ്പോർട്ടാണിത്. ഇന്നലെ സ്കാൻ ചെയ്ത ഈ സ്കാൻ റിപ്പോർട്ടില് വളരെ പോസിറ്റീവായിട്ട് വളരെ അനുഗ്രഹകരമായ ഒരു റിപ്പോർട്ടാണ് ഞാനിവിടെ കാണുന്നത്. യൂട്രസ് നോർമൽ ഇൻ സൈസ്, എൻഡോമെട്രിയം 9 mm, myometrium posterior uterine wall heterogeneous, a follicle of 19 mm in the left ovary. അതാണ് യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ കൃപ. ഈ ഫോളിക്കിൾ ഓഫ് 19 mm അത് എന്റെ വൈഫിന്റെ ജീവിതത്തിൽ ഇതിന് മുന്നേ ഒരിക്കലും ഇങ്ങനെ ഇത്രയും ഹെൽത്തി ആയിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഒക്ടോബർ തൊട്ട് എനിക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഫോളിക്കുലറിന് പകരം സിസ്റ്റ് വളരെ ഈ ഫോളിക്കിളിന്റെ സ്ഥാനത്ത് ഫോളിക്കിളിലാണ് വാസ്തവത്തിൽ അണ്ഡം ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന സൈസ് വലിപ്പമില്ലായിരുന്നു, ആരോഗ്യമില്ലായിരുന്നു. ഇപ്പം 19 mm, അപ്പം ഒരു അണ്ഡം ആരോഗ്യമുള്ള ഒരു അണ്ഡം ഉത്പാദിപ്പിക്കണമെങ്കിൽ മിനിമം 12 mm എങ്കിലും 12 mm എങ്കിലും വേണം. അതില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സ്കാൻ റിപ്പോർട്ടിൽ 19 mm വലിപ്പം ഉള്ളതായിട്ട് കാണുന്നു. അതായത് അത് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓവറിയാണ് ഇപ്പം എന്റെ ഭാര്യയുടെ. ചുരുക്കി പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ ലഭിക്കാൻ ഉള്ള തടസ്സങ്ങളെല്ലാം ഒരിക്കലും ഇനി ഒരു തടസ്സമില്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്റെ യേശുക്രിസ്തുവിലാണ്. ഡോക്ടർമാരത് പറഞ്ഞു. തീർച്ചയായിട്ടും. നന്ദിയോടെ സ്തോത്രം. ഇനി ഞങ്ങൾ IVF ചെയ്തിരുന്നു, അതായത് ആർട്ടിഫിഷ്യലായിട്ട്. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഈ ഞങ്ങളുടെ അന്നത്തെ അവസ്ഥയിൽ മനസ്സിലായി. കാരണം അത് ഒട്ടും ഞങ്ങൾക്ക് അത് ഫെയിലിയർ ആയിപ്പോയി. ഇപ്പോൾ ഒരു കുഞ്ഞിനെ ലഭിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവർ സാധ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഇവർ തേടി. പക്ഷെ അതൊന്നും ഫലപ്രദമാകുന്നില്ല എന്ന ഒരവസ്ഥ, വളരെ സങ്കടകരമായ ഒരവസ്ഥയിലായിരുന്നു ഇവർ. എന്നാൽ നിത്യരക്ഷകനായ യേശുവിലേക്ക് ഇവർ മുഖമുയർത്തിയപ്പോൾ, കർത്താവിൽ അവർ വിശ്വസിച്ചപ്പോൾ, കർത്താവിൽ പൂർണ്ണമായിട്ട് അവർ ആശ്രയിച്ചപ്പോൾ നോക്കിയാട്ടെ അത്ഭുത റിപ്പോർട്ടായത്. കർത്താവിൻ്റെ അത്ഭുതം പ്രവർത്തിച്ച കരം ഈ പ്രിയ സഹോദരിയുടെ ശരീരത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ തെളിവായത്. ഇവർക്കൊരു കുഞ്ഞുണ്ടാകുവാനായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറിയിരിക്കുന്നു. പൂർണ്ണമായ വിടുതൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മുമ്പ് പറഞ്ഞതുപോലെ കർത്താവായ യേശുവിൽ വിശ്വസിപ്പിൻ, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള വാഗ്ദത്തം അതെത്ര സത്യമാണ്. രക്ഷ എന്നാൽ നിത്യജീവൻ മാത്രമല്ലല്ലോ. രോഗബന്ധനങ്ങളിൽ നിന്നുള്ള രക്ഷ, ദുഷ്ടൻ കെട്ടുന്ന കെട്ടുകളിൽ നിന്നുള്ള ബന്ധനങ്ങളിൽ നിന്നുള്ള രക്ഷ, സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥകളിൽ നിന്നുള്ള രക്ഷ, എല്ലാ നന്മകൾ കൊണ്ടും നിറയ്ക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹം ഇന്ന് ഈ സാജൻ ബ്രദറിനെയും ഷേർലി സഹോദരിയെയും കർത്താവ് അനുഗ്രഹിച്ചതോർത്ത് കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവരുടെ ഈ അത്ഭുത സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഡോക്ടർമാർ കൈവിട്ട ഒരവസ്ഥയാണോ, ലോകം മുഴുവൻ നിങ്ങളെ കൈവിട്ട ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാകട്ടെ. നിങ്ങളൊന്ന് വിശ്വസിച്ചാട്ടെ, ഈ യേശുവിലൊന്ന് വിശ്വസിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, അവൻ സമാധാന പ്രഭുവാണ്. സമാധാനം കൊണ്ട് അവൻ നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കുന്നവനാണ്. അവനിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും അവൻ നിരാശയോടെ മടക്കി അയക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നിങ്ങളെല്ലാവരും ആ കണ്ണുകളെ ഒന്ന് അടച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആ കരം ഒന്ന് ഉയർത്തിക്കൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രോഗികളായിട്ടുള്ളവരെ സൗഖ്യമാക്കുവാൻ ദൈവമഹത്വം ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കിയാൽ ഇന്ന് നിങ്ങളുടെ ഈ ഭവനത്തിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ മുറിയിലേക്ക് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഇവരുടെ ജീവിതത്തിൽ വലിയ പ്രതികൂലം വന്നപ്പോൾ, പ്രതികൂല വർത്തമാനം കേട്ടപ്പോൾ ഇവർക്കൊരു ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? അവർ നിരാശപ്പെട്ടില്ല. അവർ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ഇവർ ഇരുവരും, ഭർത്താവും ഭാര്യയും കൂടെ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരം ഈ പ്രിയമകൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുത സൗഖ്യമാണ് നൽകിയത്. അതുപോലെ ഇന്ന് നമുക്കും ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ആ സ്വീകരണ മുറിയിലേക്ക് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ ഇറങ്ങി വരും. നിങ്ങളെ സൗഖ്യമാക്കുവാൻ അവൻ മതിയായവനാണ്. ഏത് രോഗവുമായിക്കൊള്ളട്ടെ, മുഴകളെ അവൻ അപ്രത്യക്ഷമാക്കും, ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കും, ബലഹീനമായ അവയവങ്ങളെ അവൻ ബലപ്പെടുത്തും. ഇന്ന് ഈ പ്രിയ സഹോദരൻ പറഞ്ഞല്ലോ, ആ രോഗം ബാധിച്ച് ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറഞ്ഞ് ശരീരം മുഴുവൻ തളർച്ച വരുത്തുന്ന ആ രോഗം, അതിൽ നിന്ന് കർത്താവ് അത്ഭുത വിടുതൽ നൽകി. ഒരു ചായ ഗ്ലാസ് എടുക്കണമെങ്കിൽ 2 കരം ഉപയോഗിക്കേണ്ട അവസ്ഥയിൽ നിന്ന് ഇന്ന് ഒരു കുഴപ്പവും ഇല്ലാതെ ദൈനംദിന ജീവിതം നയിക്കുവാൻ അതിന് തക്കവണ്ണമായ ബലം ഇന്ന് ഈ പ്രിയ സഹോദരൻ്റെ ശരീരത്തിൽ കർത്താവ് നൽകി. ആ കർത്താവ് നിങ്ങളെയും അനുഗ്രഹിക്കും. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക.
കർത്താവെ, അവർ ഏത് രോഗത്താൽ ഭാരപ്പെടുന്നുവോ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന അങ്ങയുടെ കരം ആ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ പിതാവേ, അവിടുന്ന് ഓരോ വ്യക്തികളെയും തൊടണം. ശരീരങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ കർത്താവെ. ആ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. പൂർണ്ണ സൗഖ്യം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ക്യാൻസറുകൾ ഉരുകി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ക്യാൻസർ ബാധിച്ച സെല്ലുകൾ, കോശങ്ങൾ പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി പോകട്ടെ. പുതിയ കോശങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ കർത്താവെ. തളർച്ച ബാധിച്ച ശരീരങ്ങളുടെ മേൽ ജീവന്റെ ബലം അവിടെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിക്കുക. എല്ലാ നന്മകൾ കൊണ്ടും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്തതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി, പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണും വരെ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തന്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ.